പക്ഷേ ഒരു പ്രശ്നമുള്ളത് ചേരാണ്ട് ഈ പറഞ്ഞ പോലെ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. രമണ ചന്ദ്രശേഖരന്റെ പങ്കുണ്ട് എന്നുള്ളതാണോ നിലപാട്, അല്ലെങ്കിൽ പങ്കില്ല എന്നുള്ളതാണോ നിലപാട്? ആയിക്കോട്ടെ. നമ്മളിപ്പോ ഈ ഖാദി ബോർഡിന്റെ തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളോടെല്ലാം സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് നമ്മളെ വാർത്താ സമ്മേളനം തുടങ്ങിയത്. കേൾക്കും. അതിന് വിഘാതമാവുന്ന നിലക്കുള്ള ഒരു പ്രസ്താവന എൻ്റെ അടുക്കിൽ നിന്ന് വരാതിരിക്കാൻ ഞാൻ നല്ലോണം ക്ഷമാപൂർവമാണ് നിങ്ങളുടെ ഓരോ ചോദ്യത്തോടും പ്രതികരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഒറ്റ നിലപാടേ ഉള്ളൂ. അപ്പൊ ആ നിലപാട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എൻ്റെ ഫേസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, എല്ലാവർക്കും നന്ദി. അനുകൂലിച്ചോ? അല്ലല്ല, ഇതാ നിങ്ങളെ സഹപ്രവർത്തകൻ തന്നെ പറഞ്ഞു ആ സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു. അല്ലല്ല, സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചു എന്ന് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെ പറയാം. അനുകൂലിച്ചു എന്നുള്ള കേട്ടെ, അനുകൂലിച്ചു എന്നുള്ളതിൽ തർക്കമില്ലല്ലോ അല്ലേ? അപ്പോ റിപ്പോർട്ടർ ചാനലിൽ നിങ്ങൾ വാർത്ത കൊടുക്കുന്ന അവസരത്തിൽ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു എന്ന നിലയ്ക്ക് ഇന്ന് കൊടുത്താൽ മതി.